നിങ്ങൾ ഈ വെടിക്കെട്ട പടം കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വെടിക്കെട്ടും വേണ്ട, പൂരവും വേണ്ട, ആനയും വേണ്ടാന്ന്. ആനയെ കാട്ടിലോട്ട് അങ്ങ് വിടണം ഹേ എന്ന് കുറച്ച് പേര് തുടങ്ങിയിട്ടുണ്ടാവും. തുടങ്ങി. ഗുരുദേവന്റെ കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന ഒരു വാക്യമുണ്ട്. അത് വെച്ചിട്ട് കുറേ പേര് ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിവരെ കാണുമ്പോൾ സാഡിസ്റ്റുകളാണോ എന്ന് ചില കേസുകൾ തോന്നും. കാരണം ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അപകടം നടക്കാൻ വേണ്ടി കാത്തിരുന്ന പോലെ. ഗുരുദേവൻ പറഞ്ഞൊക്കെ ഇവിടെ പാലിക്കുന്ന പോലെ. ഗുരുദേവൻ മദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ടില്ലേ? നമ്മൾ എല്ലാം തികഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടല്ലോ അല്ലേ? ചിലവരുണ്ട് ഈ അപകടങ്ങളൊക്കെ കണ്ട് മനസ്സ് നൊന്ത് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്നിട്ടുള്ള ചോദ്യങ്ങൾ, എന്തിനാണ് ഇനിയും വെടിക്കെട്ടുകളൊക്കെ, ഇത്ര അപകടം പിടിച്ച കാര്യമൊക്കെ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോകണമെന്ന് ചോദ്യങ്ങളായിട്ട് കുറച്ച് പേരുണ്ട്. അതല്ലാതെ ഈ പ്രത്യയശാസ്ത്രങ്ങളോടും ഈ ആചാരങ്ങളോടും താല്പര്യമില്ലാതെ കുറേ പേര് അഭിപ്രായ പ്രകടനം, അവരുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരഭിപ്രായം, അവരോടാണ് ഈ മറുപടി. കാരണം ചിലവർക്ക് പ്രത്യയശാസ്ത്രപരമായിട്ട് ഈ മതങ്ങളോടോ മതാചാരങ്ങളോടോ വലിയ മമതയില്ല. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ, കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അതൊക്കെ അനുകമ്പയോടെ അഭിനയിച്ചു പോകുന്നവരുണ്ട്. അവരാണ് പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത്. പിന്നെ ഇത് മതത്തിനതീതമായി നടത്തപ്പെടുന്ന ഒരു ആചാരമാണെങ്കിലും ഒരു ആഘോഷമാണെങ്കിലും ചിലവരുടെ മതത്തിൻ്റെ റെസ്ട്രിക്ഷൻ കാരണം അങ്ങനെ ചിന്തിക്കുന്നവരുമുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇത് ഇങ്ങനെ കുറച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മറുപടി മാത്രം. കാരണം ഇങ്ങനെ ഒരു സാംസ്കാരിക ഉത്സവത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മാത്രം അഭിപ്രായം പറയുന്നവരാണ് ഇവരൊക്കെ. ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ വെടിക്കെട്ട് ആസ്വദിക്കുന്ന ഒരാളല്ല. കഴിഞ്ഞ വർഷം ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായിട്ടുണ്ടോ? അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഇത്തവണ എന്തുകൊണ്ടുണ്ടായി? നമ്മൾ ആ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ച് അതല്ലേ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇവിടെ ഗവൺമെൻറ് തന്നെ എൻഫോഴ്സ് ചെയ്ത റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, എങ്ങനെ ഈ പറയുന്ന സാധന സാമഗ്രികൾ ഉണ്ടാക്കാമെന്നുള്ളത്. അതെന്തുകൊണ്ടാണ് അതങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കുന്നത്? ഇത് അപകടം കൂടാതെ ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ട് അല്ലേ? അപ്പോൾ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ അപകടം കൂടാതെ ഇതുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടല്ലേ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. അത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ? കൊല്ലത്ത് പൂറ്റിങ്ങൽ ഇതുപോലെ അപകടം ഉണ്ടായപ്പോൾ ഈ പറയുന്ന അത് അന്വേഷിക്കാൻ വന്നവർ കണ്ടുപിടിച്ചൊരു കാര്യമുണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കറക്റ്റായിട്ട് പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. പൊട്ടാസ്യം ക്ലോറേറ്റ് എന്ന നിരോധിക്കപ്പെട്ട വസ്തു ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുപിടിച്ച് ഫിക്സ് ചെയ്യാതെ, ഇതെല്ലാം കറക്റ്റായിട്ട് തന്നെ നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നവർ നോക്കാതെ നേരെ ഇതൊക്കെ അങ്ങ് നിരോധിച്ചേര്, ഇതൊക്കെ അങ്ങ് അവസാനിപ്പിച്ചേരെന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സംശയത്തോടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ.